2 നിലയുള്ള വീടാണല്ലേ? അതെ സാർ. പുറകുവശത്ത് വാതിലുണ്ടോ? ഉണ്ട് സാർ. ഈ വീടിന് എത്ര കൊല്ലത്തെ പഴക്കം കാണും? അത് കൃത്യമായി അറിയില്ല സാർ. അതറിയില്ലേ? അറിയണം. വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ? അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഈ സംഭവം നടന്നത് എത്ര മണിക്കാണ്? രാത്രി ഒരു 11 കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അകത്ത് ബോഡി കിടന്ന സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് സാർ. കമാൺ. സാർ, ബോഡി കിടന്നിരുന്ന അകത്തെ മുറിയിലാണ്. യെസ്, ഐ നോ. കമാൻ. സാർ, അത് ബോഡി മാർക്ക് ചെയ്ത സ്ഥലമാണ്. ഇത് തലയല്ലേ? അല്ല സാർ, അത് കാലാണ്. ഇത് കൈ, ഇത് തല. മാർക്കിംഗ് ഒന്നും കറക്റ്റ് അല്ല. മാർക്കിംഗ് കറക്റ്റ് ആണ് സാർ. ആര് പറഞ്ഞു? അത് നിങ്ങളാണോ തീരുമാനിക്കാൻ? സാർ, അത് കോൺസ്റ്റബിൾ, ഡയറി എടുക്കൂ. ആ ടേപ്പും എടുക്കൂ കോൺസ്റ്റബിൾ. എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന ദൂരം അളക്കൂ. എത്രയുണ്ട്? ഒരു 3-3.5 അടി വരും. ഓ, ആ ഡയറിയിൽ രേഖപ്പെടുത്തു. കൊലപാതകയുടെ ഷർട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ. അത് തുമ്പാണോ തുമ്പയാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ബട്ടൺ പോലും. ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ? ഫൂളിഷ്നെസ്. കോൺസ്റ്റബിൾ, തല മുതൽ കാല് വരെയുള്ള നീളം എത്രയാണെന്ന് അളക്കൂ. അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും. ഓക്കെ, എക്സ്ക്യൂസ് മീ. എന്താ? മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല. തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറുമാണ്. അവിടെ ഇവിടെ അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഞാനും പ്രീ ഡിഗ്രി തോറ്റ നീ ഒരിക്കലും തുല്യരാകില്ല. എടാ, CID-യിൽ BCom CID, പ്രീ ഡിഗ്രി CID എന്നൊന്നുമില്ല. എല്ലാം CID തന്നെ. ആവർത്തിച്ചാൽ ഞാൻ മഹാ തറയാകും. ഇനി എന്തോ തറയാകാൻ? നീ തറയാണ്. ഡ്യൂട്ടി ഫസ്റ്റ്. വാതിൽപ്പടിയിൽ കൊലപാതകയുടെ നിന്ന് സംശയിക്കുന്ന രക്തക്കറ ഉണ്ടായിരുന്നു. അത് മറ്റൊരു തുമ്പാണ് സാർ. രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അയച്ചോളൂ. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ വരുത്തിയത്. സാർ, ഞങ്ങളാൽ കഴിയുന്ന സഹായം. നോ, ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും, അതനുസരിച്ചാൽ മതി. ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ചാലിന്റെ പേരെന്താണ്? അശോക് വർമ്മ. അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര തൂക്കം ഉണ്ടായിരുന്നു? വെയിറ്റ്? അത് ഒരു 70-72. ഊഹം പറ്റില്ല, കൃത്യമായ വെയിറ്റ് വേണം. എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം. ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും. സാർ, കുത്തേറ്റാണ് വർമ്മ മരിച്ചത്. അപ്പൊ ഡമ്മി? അതൊന്നും നിങ്ങൾ അറിയണ്ട. എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. ഡമ്മി ഒന്ന് പോരാ, 2 ആയിക്കോട്ടെ. അതെന്തിന്? ഒന്ന് ചത്തയാൾ, മറ്റത് കൊന്നയാൾ. ഓ, അങ്ങനെ ആയിക്കോട്ടെ കോൺസ്റ്റബിൾ. സോറി, ശരി മിസ്റ്റർ വിജയൻ. പിന്നെ മരിച്ചാളിന്റെ കുറച്ച് ഫോട്ടോസ് വേണം. കൊന്നയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത്. കൊലയാളി ആരാണെന്ന് അന്വേഷിക്കാനല്ലേ CID നമ്മൾ വന്നത്? അല്ല, ശരിയാണ്. പക്ഷെ ഫോട്ടോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, തൽക്കാലം നമുക്ക് പോകാം. കമാൺ. ഞങ്ങളാണ് കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് കുറ്റവാളികൾ അറിയണം. ഒരു വിധപ്പെട്ടവനൊക്കെ അതോടെ കീഴടങ്ങും. എനിക്ക് തോന്നുന്നില്ല.
നമുക്ക് കാണാം. കാണാം സാർ. കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് വലയിലാകുമെന്ന് അധികൃതരെ അറിയിച്ചേക്കൂ. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വല്ല കാറോ ജീപ്പോ വേണമെങ്കിൽ അറിയിക്കാം. ധൈര്യമായിട്ട് പോകൂ. Come on. നീയല്ലേ പറഞ്ഞത് CID ജോലി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്ന്? ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സർക്കിള് പറഞ്ഞത് നേരാ. CIDകൾ ഒരിക്കലും പരസ്യമായ അന്വേഷണത്തിന് ഇറങ്ങരുത്. അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല. റോഡിൽ വെച്ചൊരു തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവനെ ഉടനെ കണ്ടുപിടിക്കണം. കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് വെച്ച് അവൻ പറയുന്ന ഞാൻ കേട്ടതാ. ഓഹോ, കൈവിട്ടുപോയി. കൈവിട്ട് പോട്ടെ, നമുക്ക് മദുരാശിയിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും? ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചല്ലേ പറ്റൂ. നമ്മുടെ ജോലി ഇതായി പോയില്ലേ? ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. വിജയ, നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ. പട്ടിണിയും പരിവട്ടവും ഒന്നും നിനക്ക് മതിയായില്ലേ? തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? CIDകൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ആ തടിയൻ തന്നെയാണ് നേതാവ്. അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം. നമുക്ക് വേഷപ്രച്ഛന്നരാകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാ പേടിക്കാനേ ഇല്ല. നമുക്ക് മതം മാറാം. അയ്യോ, എന്തിന്? താടിയും തുപ്പിയും വെച്ച് കുട നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം. കുട നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? ഇവിടെ നന്നാക്കാനുണ്ട്. കുട നന്നാക്കാനുണ്ടോ? ഇവിടെ നന്നാക്കാനുണ്ട്. എന്താ കേറണോ? പിന്നെ കേറാതെ. തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ വെറുതെ സമയം കളയലാവില്ലേ? നമുക്ക് തടിയനെ പറ്റി ആ തള്ളയോട് വിശദമായൊന്ന് അന്വേഷിച്ച് നോക്കാലോ. കുട നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ. നീ നന്നാക്കൂ. ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ? നീ ഒന്ന് നന്നാക്കി നോക്ക്. തയ്ക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമില്ല. നന്നാക്കണ്ട, കുടയും കിടക്കി. നാട്ടിലില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത്. കൂലി പ്രശ്നമല്ല, നിങ്ങൾ കുടയും കിടക്കി. കൊടുത്ത വക്കാണത്തിനൊന്നും വയ്യ പറഞ്ഞേക്കാം. ഇത്തിരി പണിയേ ഉള്ളൂ. 1-2 തയ്ക്കണം, ചക്കു മാറ്റണം, കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക, പിന്നെ ഈ തുണി കളയപ്പോഴൊന്ന് ശരിയാക്കണം, പിടി ഉറപ്പിക്കണം. അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ. കൂലി പറ. കൂലി പറയാൻ നിങ്ങൾ കുടവരി. നല്ല തടിയും വണ്ണമുള്ള ഒരുത്തനെ കണ്ടിട്ടുണ്ടാ താടി വെച്ച? എന്തിനാ? നമുക്ക് വെറുതെ ഒന്ന് കാണാനെ കൊണ്ട്. തടിയും മണ്ണുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരാളെ പറയും. ആദ്യം കൂലി പറ. ആദ്യം നിങ്ങൾ ഇത് പറയും. ആദ്യം കൂലി പറയാൻ. നിങ്ങൾ എന്ത് തരും? അത് പറയും. 50 പൈസയുടെ പണിയേ ഉള്ളൂ. 75 പൈസ തരാം. സമ്മതിച്ചിരിക്കണം കുടവരി. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മള് സഹായിക്കാൻ മൊയ്തീനെ, നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കടോ. ഇതിന്റെ പിടിപോയല്ല. പിടി ഉറപ്പിക്കണം. ഇത് ഭാഗമാണ്. കമ്പി അങ്ങോട്ട് പിടിച്ചാലേ ഇങ്ങോട്ട് പിടിക്കി. തുണി കയറിക്കോട്ടെ, കുഴപ്പമില്ല. എന്തോന്നാ ഇത്? ഞങ്ങള് കുട നന്നാക്കാൻ നടക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മള് കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഒരുത്തന്റെ താടി ഇളകി. ആ, ഏതോ കള്ളന്മാരാണോ തോന്നുന്നേ. ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടുവയ്ക്കും, എന്നിട്ട് രാത്രി കക്കാൻ ഇറങ്ങും. അയ്യോ എന്റെ ഈശ്വര. ഓടി വരണേ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഒന്ന് ഓടി വാ ചാച്ചി, ഒന്ന് ഓടി വാ. വീടിന്റെ അകത്ത് കള്ളം കേറിയോ? നോക്കാം, വാ. ഓടി വാ. അയ്യോ ദാ കള്ളന്മാര് പരിക്ക് അകത്തോട്ട് കയറുന്നു. ഓടി വാ, ഓടി എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഉം. വല്ല സംശയം തോന്നിയാൽ അയാൾ എന്നെ കശാപ്പ് ചെയ്യും. സംശയം തോന്നാതിരിക്കാനല്ലടാ വേഷം മാറിയിരിക്കുന്നത്. വേഷം മാറിയപ്പോഴൊക്കെയാ തല്ലും കിട്ടിയിട്ടുള്ളത്. ആ പിന്നെന്താ കുഴപ്പം? തല്ല് കിട്ടി പരിചയമുണ്ടല്ലോ. എടാ ഇനി അഥവാ നീ മരിച്ചു പോയാലും നീ പേടിക്കണ്ട വിജയ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം. ദാസ അറം പറ്റും. അറം പറ്റില്ല വിജയ. എടാ 2 തുള്ളി രക്തം, 2 തുള്ളി, അത് AB പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ അന്വേഷണം പരിപൂർണ ജയം. അപ്പൊ ഞാനവിടെ വേലക്കാരനായി ചെന്നിട്ട് വേലക്കാരനായി ചെന്നിട്ട് അയാളുടെ ഇവിടെ വിജയ് എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം? ഇതാ ദേ, ഇത് കണ്ടോ? ഇത് സൂചി കണ്ടല്ലോ. ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം. ആ, ആ, ആ. എന്നിട്ട് ദേ ഇത് കണ്ടോ? ഇത് പുറമോട്ട് വലിക്കണം. അപ്പൊ ബ്ലഡ് കിട്ടും. അത്ര തന്നെ. അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ. ഒറ്റ കുത്തു വെച്ചാണ്ടല്ലോ. എടാ ഇത് ക്ലോറോഫോം. ഇത് പഞ്ഞിയിലെ 1-2 തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ. അപ്പൊ അയാൾ ബോധം കിടും. എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ. ആ അത്രേ ഉള്ളൂ. അപ്പൊ ക്ലോറോഫോം മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കും അല്ലേ? എടാ, അയാൾ ഉറങ്ങുമ്പോ വേണം ഇത് മൂക്കിക്കൊണ്ട് വെക്കാൻ. ആ അത് ശരി. അപ്പൊ ഞാനവിടെ ആദ്യം വേലക്കാരനായി ചെന്നിട്ട് പിന്നെ മനസ്സിലായി. അതെ അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിഷ് യു സക്സസ്. അപ്പൊ ഈ സിറിഞ്ച് ചെറിഞ്ചിന്റെ അമ്മൂമ്മയുടെ മനസ്സിലായി മനസ്സിലായി. ആരാ? ഞാൻ എന്ത് വേണം? നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് സാർ ഒരു ജോലി തരണം. ഇവിടെ ജോലിയൊന്നുമില്ല. ചോറും കറിയും തെക്കൻ സ്റ്റൈൽ, വടക്കൻ സ്റ്റൈൽ, മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ. ഇവിടെ പാരം വേണ്ട. കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല സാർ. പോണവിടുന്നു. ഭക്ഷണവും വേണ്ട സാർ. Get out. എന്തായി? അയാൾ ഗെറ്റ് ഔട്ട് അടിച്ചു. എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നാലെങ്ങനാ? ഒന്നുകൂടെ ചെന്ന് നോക്ക്. കൂലി വേണ്ട, ഭക്ഷണം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഇനിയും ചെന്നാൽ അയാൾ ഇടിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ദാസ. ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചോര എടുക്കാലോ. എടാ അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് തെളിവുകൾ എവിടെ? എന്നാൽ ഇനി നീ താടി ഒട്ടിച്ച് ചെല്ല്. താടി ഒട്ടിച്ചാലൊന്നും എനിക്ക് വേലക്കാരന്റെ ലുക്ക് കിട്ടില്ലടാ. ഈ ചുറ്റുപാടിൽ തന്നെ മറ്റേതെങ്കിലും വീട്ടിൽ കയറിയാലും മതി. അതുകൊണ്ടെന്താ കാര്യം? എപ്പോഴും നമുക്ക് അയാളെ വാച്ച് ചെയ്യാൻ പറ്റും. അയാളുടെ നീക്കങ്ങൾ നമുക്ക് കാണാം. രാത്രി വന്ന് രക്തം കൊടുക്കാം. ആ വീട്ടിൽ ചെന്ന് നോക്ക്. വേണോ? വേണം. നമുക്ക് മെഡല് വാങ്ങണ്ടേ, പേരെടുക്കണ്ടേ, ഉയർന്നുയർന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ, ജോലിയില്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ. വേണം. വലിയ വീട്, കാർ, AC, ഫ്രിഡ്ജ്. ആ അതാ പറഞ്ഞ. മോച്ചല്ലേ ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ. ചെല്ലേ. ആ എന്ത് ജോലിയും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. പോരിക്കോ? പട്ടിണി പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് ഇവിടുത്തെ കൊച്ചമ്മ എന്ന് എല്ലാവരും പറഞ്ഞു. ആ പറഞ്ഞ എന്നെ പറ്റി ആയിരിക്കില്ല, തനിക്ക് വീട് മാറിയതാവും. കൊച്ചമ്മ, ഈ തങ്കപ്പൻ ഒരു പാവാണ് കൊച്ചമ്മ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ അത് താടി അല്ല, മുടിയല്ല, താടി താടി. താനൊന്ന് പോയാട്ടെ. ഇവിടെ ജോലിക്ക് ഇപ്പൊ ആരെയും വേണ്ട. ആരാ അവിടെ? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം അമ്മേ. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണ് അമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? എന്നാ അടുക്കള ഭാഗത്തേക്ക് വാ. ഏയ് ഇതിലല്ല, അപ്പുറത്തോടെ വാ. ഊരും പേരും അറിയാത്തന്നെ വീട്ടിൽ കയറ്റരുത്. അത് പറയാ നീ ആരാ? എടാ വായ നോക്കിയിരിക്കാതെ അപ്പുറത്തോട് വാടാ. നന്ദി അമ്മേ, നന്ദി. അങ്ങനെ വരട്ടെ. എനിക്ക് വീട്ടിൽ വല്ല അധികാരമുണ്ടെന്ന് ഇന്ന് അറിയണം. അതിന് അവൻ പറഞ്ഞില്ല.
നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല ഗതികാരമില്ല അപ്പുറത്തോട്ട് വേണം. അയ്യോ ആരാ ആരോടോ താൻ? വഴിപോക്കൻ കറണ്ട് പോയല്ലോ. പവർ കട്ടിന് സമയം മാറിയത് ഓർത്തില്ല. തങ്കപ്പാ ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? അങ്ങ് 2ാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നിറക്കണമെന്നല്ലേ? സംസാരിച്ചെത്താൻ നേരമില്ല. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വേഗം വേണം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? എടാ കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ ഞങ്ങളുടെ കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കണമെങ്കിൽ വല്ല ഊട്ടിയിലും വല്ലയിടത്തും പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ലും മുറുകെ തിന്ന. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ എല്ലാം തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ. എടാ കീറടാ. ആ അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോനെ ഇരിക്കണ്ട ഇവിടെ. കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ CID ആക്കിയത്? എടാ ദാസാ, എന്താ 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 നീ പിറുപിറുക്കണേ? ഒന്നുമില്ലേ? എടാ നീ വെള്ളം നിർത്തില്ലേ? അവന്റെ ഇവിടെ വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ അടുക്കള വെള്ളമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറടാ. ഞാൻ നിയമിച്ച വേലക്കാരനെ ഭരിക്കും ഇവിടെ വേറെ ഒരുത്തി വരണ്ട. ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. എന്റെ മകനായതിനു ശേഷം അല്ലടി നിന്റെ ഭർത്താവായത്. ഓ എടാ തങ്കപ്പ നിന്നോടാ പറഞ്ഞത്. എടാ നോക്കി നിൽക്കാതെ കീറടാ. എനിക്കൊരു കുന്തവുമില്ല. കയ്യും കഴുകി വെട്ടി വീഴാണെങ്കിൽ വന്നേക്കട്ടെ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട. കീറിക്കോ കീറിക്കോ. ആരാ സാറിവിടെ ആരാടോ താൻ? ഞാൻ ആരാ? അവനിവിടുത്തെ പുതിയ വേലക്കാരനാ തങ്കപ്പൻ. ആ പാടെ ഒരു പിശാചിനെ പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ ഞാനങ്ങ് പേരണ്ടു പോയി. ആഴ്ചക്ക് അശ്രീരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും. നീ നിലം തുടക്കി തങ്കപ്പാ. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ. വല്ലതും കട്ടോണ്ട് പോയാലോ? എങ്കിലും അവന്റെ അധോഗതിയായിരിക്കും. നീ കക്കൂടാ. കണ്ടപ്പോ ആരാത്? തങ്കപ്പൻ ചേട്ടനോ? നീ വരെ ഉറങ്ങിയില്ലേ? അയ്യോ ഇതെന്താ ശബ്ദം ഏതാണ്ട് പോലെ ഇരിക്കുന്നല്ലോ. ജലദോഷം ഇപ്പൊ ശരിയായി. ചേട്ടൻ എങ്ങോട്ട് പോവാ? അറിഞ്ഞിട്ടതിന് നേരെ ഇത്രയായിട്ട് ഉറങ്ങാത്തത്. വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്നാ ഉറക്കം വരില്ലേ ചേട്ടാ? അപ്പൊ വീട്ടുകാരും ഓർക്കണ്ട, കിടന്നോ. ഞാൻ വീടി വാങ്ങാൻ പോവാ. എന്നിട്ട് ഉടനെ വരുവോ? ഞാൻ വരുവോ വരാതിരിക്കുകയോ ചെയ്യും. വിറക് കീറാൻ ചേട്ടൻ വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ കുരിശേ.
നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എടാ, നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ക്ലോറോഫോം മൂക്കി കയറ്റൂ. ഛേ, അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ഈശ്വര. ബോധം തെളിയുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിരുന്നെങ്കിൽ ആ തടിയൻ എന്റെ കാറ്റ് കളഞ്ഞേനെ. എങ്കിലയാലെ ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയേനെ. ദാസ, ഒരു കൈപ്പഴ പറ്റി ഞാൻ നിലം തുടച്ചും വിറക് കീറിയും വെള്ളം കോരി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കേസിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ? നീ കുറച്ചുകൂടെ ക്ലോറോഫോം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചതാ. എന്തായാലും ഇന്നവന്റെ ചോര ഞാൻ എടുക്കും. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ? പ്രഭാകരൻ തമ്പിയുമായി നമുക്ക് മുൻ പരിചയമുള്ളത് കൊണ്ട് എനിക്കും അവിടെ വരാം. അവിടെ നിന്നുകൊണ്ട് തടിയന്റെ എല്ലാ നീക്കങ്ങളും നമുക്ക് വാച്ച് ചെയ്യാം. ഇനി അങ്ങോട്ട് CID-കളുടെ താവളം ആ വീടായിരിക്കും. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഈ പെട്ടി തരില്ല. പെട്ടിയല്ലടാ നിന്നെ വേണ്ടത്. കള്ളക്കടത്തും കൊലപാതകം ഇന്നോടെ ഞങ്ങൾ അവസാനിപ്പിക്കും. നിങ്ങൾ എന്തിനാ ഈ തടിയൻ തല്ലുന്നത്? നമ്പ്യാരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ തടിയനല്ലേ? ആ തടിയല്ല ഈ തടിയൻ വേറെ തടിയൻ. നിങ്ങളാരാ? ഐ എം എ ബേർഡ് വാച്ചർ.